തട്ടിക്കൂട്ട് അറ്റകുറ്റപ്പണികൾ കൊണ്ട് കോടതിയുടെ കണ്ണിൽ പൊടിയിടാൻ കഴിയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ന്. അതായത് പാലിയക്കര ടോൾ പ്ലാസയിൽ ടോൾ പിരിവ് വീണ്ടും ഇന്ന് ഒരുപക്ഷെ പുനഃസ്ഥാപിച്ചേക്കും എന്നുള്ള നിലയിലായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം മുരിങ്ങൂരിൽ ഈ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഇടത്ത് സർവീസ് റോഡ് ഇടിഞ്ഞത്. മാത്രമല്ല പല ഇടങ്ങളിലും ഇത്തരത്തിൽ റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഗുണനിലവാരം കുറവാണ് എന്നുള്ളൊരു കണ്ടെത്തൽ തന്നെയാണ് ഉള്ളത്. പലപ്പോഴും ഹർജിക്കാരൻ തന്നെ അത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങളുടെയും കോടതിയുടെയും കണ്ണിൽ പൊടിയിട്ട തട്ടിക്കൂട്ട് നിർമ്മാണം നടക്കില്ല എന്ന് കോടതി അസന്നിഗ്ധമായി എന്ന് പറഞ്ഞു. മാത്രമല്ല കോടതി ഇടപെടൽ ഉണ്ടായിട്ട് പോലും ശാസ്ത്രീയമായിട്ട് ഈ സർവീസ് റോഡിന്റെ പണി ചെയ്തിട്ടില്ല. ഒരു തട്ടിക്കൂട്ട് പണിയാണ് ചെയ്തിട്ട് എന്നിട്ട് അവർ എങ്ങനെയെങ്കിലും ടോൾ പിരിക്കണം, അതിനുള്ള ഒരു ശ്രമമാണ്. മുരിങ്ങൂരിൽ അറ്റകുറ്റപ്പണി നടക്കുന്ന ഈ ഭാഗത്താണ് സർവീസ് റോഡ് ഇടിഞ്ഞു വീണത്. അവിടെ ഈ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ വീണ്ടും അതിവേഗത്തിൽ തന്നെ ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. കാരണം എത്രയും വേഗം ഈ ജോലികളൊക്കെ തന്നെ പൂർത്തിയാക്കി കളക്ടർ അനുകൂല റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത്രയും വേഗത്തിൽ ഇവിടെ പണികൾ നടക്കുന്നത്. ഈ മേഖലയിലൂടെ വാഹനങ്ങൾക്ക് ഇപ്പോൾ ഒറ്റ വരിയായി മാത്രമാണ് പോകാനായി സാധിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു സമയമായതിനാലാണ് ഏറ്റവും അധികം വാഹനങ്ങൾ വരുന്ന രാവിലെയും വൈകുന്നേരവും ഒക്കെ തന്നെ ഈ മേഖലയിൽ ഇത്തരത്തിലാണ്. ഒറ്റവരി ഗതാഗതമാണെങ്കിൽ വലിയ തോതിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. മുരിങ്ങൂരിലാണ് നേരത്തെ ഏറ്റവും അധികം ഗതാഗതക്കുരുക്ക് ഉണ്ടായിരുന്ന ഒരിടം. ഇവിടത്തെ കൂടി കാര്യങ്ങൾ കണക്കിലെടുത്താണ്, ഇവിടുത്തെ ഗതാഗത പ്രശ്നങ്ങളൊക്കെ തന്നെ കണക്കിലെടുത്താണ് ഹൈക്കോടതിയുടെ ഈ വിധിയൊക്കെ തന്നെ ഉണ്ടായത്, ടോൾ നിർത്തിവെക്കാനുള്ള വിധി ഉണ്ടായത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ നിർമ്മാണ പ്രവർത്തികളൊക്കെ തന്നെ പൂർത്തിയാക്കിയാൽ മാത്രമാണ് ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. തട്ടിക്കൂട്ട് പണികൾ കൊണ്ട് എന്തായാലും ജനങ്ങളുടെയും നിയമ സംവിധാനങ്ങളുടെയും ഒക്കെ തന്നെ കണ്ണിൽ പൊടിയിടുക എന്ന ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും ആ ഒരു രീതി ഇത്തവണ എന്തായാലും ഫലം കണ്ടില്ല. ഇനി എന്നാണ് ടോൾ പിരിവ് പുനഃസ്ഥാപിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്തായാലും ഈ ജോലികൾ അതിവേഗത്തിൽ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഗതാഗത സംവിധാനങ്ങൾ ഇപ്പോഴും ഫലപ്രദമല്ല എന്നുള്ളത് തന്നെയാണ് പരാതിക്കാരൻ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.